എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പേപ്പർ LD ക്ലർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൻ്റെ ഇംഗ്ലീഷ് മലയാളം പാർട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഹരി ഈസ് വെരി ഗുഡ് ഡാഷ് മിമിക്രി. എന്താണ് പറയുക? വെരി ഗുഡ് അറ്റ് മിമിക്രി അല്ലേ? അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഷീ ഡാഷ് സിംഗ് എന്നുള്ളതാണ് വേണ്ടത് ഫോർ 2 hours. അപ്പൊ എന്താ വരിക? ഷീ ഹാസ് ബീൻ സിംഗിങ് ഫോർ 2 hours. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹി ഹാർഡ്ലി റിമെമ്പേഴ്സ് എനിത്തിങ്. എങ്ങനെയാണ് ടാഗ് ഉണ്ടാക്കുക? ഹാർഡ്ലി സ്കേഴ്സ്ലി എന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആയിട്ടാണ് കണക്കാക്കണത്. അപ്പൊ നമുക്ക് എന്താണ് വരിക? പോസിറ്റീവ് ആണ് ടാഗ് വരിക. അപ്പൊ എന്താ വരിക? റിമെമ്പേഴ്സ് അല്ലേ? അപ്പൊ എസ് വരുമ്പോ ഡസ് റിമെമ്പർ അല്ലേ വരിക? അപ്പൊ ഡസ് ഹി. അപ്പൊ എന്താണ്? ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചൂസ് ദ കറക്റ്റ് പാസീവ് ഫോം ഓഫ് ദ സെന്റൻസ് ഗിവൺ ബിലോ. ഹി ഈസ് പെയിന്റിംഗ് ദ ഹൗസ്. എന്താ പറയാ? ദ ഹൗസ് ഈസ് ബീയിങ് പെയിന്റഡ് ബൈ ഹിം. Next question, choose the correct form of the verb to make conditional sentence. If I were a millionaire, I dash generously to good causes. Answer എന്താ വരിക? I would give generously to good causes. Next question, choose the correct antonym of the given word defeat. Answer C, tramp. Next question, choose the correct phrasal verb to complete the sentence. Why did you dash our meeting? Answer B, call off. Next question, choose the correct synonym of the word sublime. Sublime എന്നും പറയും, sublime എന്നും പറയും ട്ടോ. Answer D, noble. Next question, the feminine gender of the fox is. എന്താ പറയാ? Vixen. Fox vixen. Next question, which is the correct spelling? Millennium എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? സി ആണ്. MILLENNIUM മില്ലേനിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മലയാളമാണ്. വിഷം എന്ന പദത്തിന് സമാനമല്ലാത്ത പദം. ആൻസർ എ ആണ്, വായസം. മാരാർ ചെണ്ട കൊട്ടുന്നു. അടിവരയിട്ട പദം ഏതു വിഭാഗത്തിൽ പെടുന്നു? മാരാർ എന്നുള്ളത് പൂജക ബഹുവചനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തവയിൽ പുല്ലിംഗത്തിൽ പെടാത്തത്. ആൻസർ സി, കുട്ടി. കുട്ടി എന്ന് പറഞ്ഞ പുല്ലിംഗാണോ സ്ത്രീലിംഗാണോ എന്ന് പറയാൻ പറ്റില്ല അല്ലെ? നെക്സ്റ്റ്, ശരിയായ പദം തെരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ ഡി, അത്ഭുതം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അണിഞ്ഞൊരുങ്ങി നടക്കുന്നവർ എന്ന അർത്ഥം ലഭിക്കുന്ന പ്രയോഗ ശൈലി. അഴകിയ രാവണൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ ഭൂമി എന്ന അർത്ഥം ലഭിക്കുന്ന പദം. ആൻസർ എ, ക്ഷിതി. നിന്ദ എന്ന പദത്തിന്റെ വിപരീതം. നിന്ന വിപരീതം സ്തുതി. സ്തുതി, നിന്ദ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്ന ചൊല്ലിന്റെ അർത്ഥം. അവസരത്തിനൊത്ത് പ്രവർത്തിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ളവയിൽ ആഗമസന്ധിക്ക് ഉദാഹരണം. ആഗമസന്ധി എന്ന് പറഞ്ഞാൽ ഒരു വർണ്ണം വരുന്നതിനെയാണ് ആഗമസന്ധി എന്ന് പറയുക അല്ലെ? അപ്പൊ ഇതിലെ ഏതാണ് നോക്കൂ? വഴി പ്ലസ് ഉണ്ട്, വഴിയുണ്ട്, യകാരം, ആഗമം, ആഗമസന്ധി അല്ലെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യഥാ പ്ലസ് ഇഷ്ടം എന്നത് ചേർത്ത് എഴുതിയാൽ
എങ്ങനെയാണ്? യഥേഷ്ടം. യഥാ പ്ലസ് ഇഷ്ടം യഥേഷ്ടം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.